ആവർത്തനം 31 ഉപാഗമം 31:8 ഇതായിരുന്നു നമ്മൾ വായിച്ചതും അല്പമായിട്ട് ധ്യാനിച്ചതും. ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ഉപാഗമം ആവർത്തനം 31:8. എനിക്ക് ആഗ്രഹമുണ്ട്. 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കും. പറഞ്ഞാട്ട് യഹോവ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി ഉയരത്തിലെ യേശു ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നിരാശയോടെ മടങ്ങി പോകാനിടയാകരുത്. പറഞ്ഞവൻ യേശുവാണ്, പറഞ്ഞത് ദൈവമാണ്. ദൈവം ഒരിക്കലും പറയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് വിശ്വസിക്കാൻ ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കഴിഞ്ഞ കാല പരാജയത്തെ പരാജയം മാറ്റാൻ തക്കവണ്ണം ഇത് നമ്മുടെ മുമ്പിൽ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. தோல்வியை அடைந்தவர்களானால் அதிலிருந்தால் ஜெயத்தை தருவதற்காக യേശു നമ്മുടെ മധ്യയിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇന്നു മുതൽ ദൈവവചനത്തിനകത്ത് നന്നായി വിശ്വസിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നമ്മുടെ അവസ്ഥ മാറ്റുന്ന ദൈവമാണ് ഇന്ന് പകൽ വന്നിരിക്കുന്നത്. വചനത്തെ അവൻ ഇന്നു മുതൽ നിങ്ങൾ ധ്യാനിച്ചു പഠിച്ച് നമ്മുടെ வாழ்க்கைയിലേക്ക് ദേവൻ നമ്മുടെ നിലവിളെ മാറ്റുവാൻ. ആ വാക്യത്തിൽ നമുക്ക് അനേക കാര്യങ്ങൾ കേൾക്കാനുണ്ട്. വചനത്തിലെ അനേക കാര്യങ്ങൾ കാണപ്പെടുகிறது. 6 കൂട്ടം കാര്യങ്ങളാണ് 8ാം വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വിധமான കാര്യങ്ങളെ കുറിച്ച് അങ്ങ് വചനം പേശുகிறது. ഇത്ര മാത്രം ഉറപ്പ് തരുന്നതിനല്ലേ വീണ്ടും വീണ്ടും അതേ കാര്യങ്ങൾ ഉരുവിടാൻ തുടങ്ങിയത്. നമുക്ക് ധൈര്യത്തെ തരുന്നതാണ്. അത് കർത്തരുടെ വചനമായി കാണപ്പെടുகிறது. ഒന്ന്, ഞാൻ നിനക്ക് മുമ്പായി നടക്കും. ഒന്ന്, ഞാൻ ഉനക്ക് മുൻപതാകவே പോവേൻ. 2, ഞാൻ കൂടെ വരും. ഞാൻ ഉന്നോട് കൂടെ വരുവേൻ. ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാൻ ഉന്നെ കൈവിടുവതില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഉന്നെ കൈവിട്ട് വിടുവതില്ല. നീ പേടിക്കണ്ട. നീ ഭയപ്പെട தேவையில்ல. നീ ഭ്രമിച്ചു പോകണ്ട. സ്തോത്രം. നീ ഒന്നിനും കവലപ്പെട தேவையில்லை. ഇത്ര മാത്രം ഉറപ്പ് തരുന്നെങ്കിൽ ഒരുവർ இப்படிப்பட்ட വാർത്തയ്ക്ക് നമുക്ക് ധൈര്യം തരുகிறார். ഉറപ്പിന്മേൽ വിശ്വാസമുള്ളവർ എത്ര പേര് പകൽ ഇവിടെ ഉണ്ട്? அப்படி தைரியமுள்ளவர்கள் எத்தனை பேர் இந்த இடத்திலே காணப்படுகிறார்கள்? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവர்களுக்காக நான் கர்த்தரை ஸ்தோத்திரிக்கிறேன். നിരാശ പറയുന്നവരുടെ മുമ്പിൽ അത് ശരിയാന്നല്ല പറയണ്ട, അത് തെറ്റാന്ന് പറയാൻ അഭിഷേകമുള്ള എത്ര പേര് ഈ പകൽക്കാലമുണ്ട്? ஐயோ முடியவில்லையே என்று சொல்லி வேதனைப்பட்டு ஆமே ஸ்தோத்திரம் ஹல்லேலூயா. நீ தேவையற்ற வார்த்தைகளை சிந்திக்கிறது அதை விட்டு விட்டு கர்த்தருடைய சமூகத்திலே இருக்கிறது நல்லது. നമ്മുടെ കഴിവ് കൊണ്ട് ഒന്നും നടക്കത്തില്ല. நமது காரியமே ஸ்தோத்திரம். நமது பலத்தினால் ஒன்றும் செய்ய முடியாது. നമ്മുടെ ബുദ്ധി കൊണ്ട് ഒന്നും നടക്കത്തില്ല. நமது புத்தியினால் ஒன்றுமே செய்ய முடியாது. അങ്ങനെ നടന്നിരുന്നെങ്കിൽ ഈ രാത്രി മുഴുവനും അധ്വാനിച്ചാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുമായിരുന്നു. ആമേൻ. அப்படி அவர்கள் நிலைத்திருந்தால் இரவு முழுதும் கஷ்டப்பட்டவர்களுக்கு அவர்களுக்கு பலன் கிடைத்திருக்கும். എന്നാൽ യേശു വന്നപ്പോൾ, ஆனால் இயேசு வந்த பொழுது കാര്യങ്ങളുടെ അവസ്ഥ മാറി. നിലവികൾ എല്ലാം മാറ്റപ്പെട്ടു. ഇന്ന് പകൽ നിങ്ങളുടെ അവസ്ഥകൾ മാറുന്ന പകലാണല്ലോ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് இந்த ஆராதனையிலே உங்கள் நிலைமைகளை மாற்றுவதற்கு தேவன் வல்லவர் என்பதை விசுவாசிக்கிறவர்களுக்காக தேவனை துதிக்கிறோம். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതങ്ങനെ തന്നെ സംഭവിക്കണം. அப்படியே നടക്കട്ടെ. വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. വിശ്വാസിക്കുന്നവർ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഞാൻ ഉങ്ങളോട് പേശുகிறது അല്പം കൂടി കാര്യത്തെ ഒന്ന് ഒരു വാക്യത്തിൽ കൂടി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. கொஞ்சம் அதிகமாக ஒரு வசனத்திலிருந்து பேச விரும்புகிறேன். 2 കൊരിന്ത്യർ ലേഖനത്തിനകത്ത് 2 കൊരിന്ത്യരുടെ നിരുപം 2ാം അധ്യായം 2ാം അധികാരം 14, 15, 16 വാക്യങ്ങളിൽ ഒരു വാക്യം മാത്രം തൽക്കാലം വായിക്കാം. 14 16 വരെയുള്ള വചനങ്ങളിൽ ഏதாவது ഒന്ന് വായിച്ച് കേൾപ്പோம். ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. திறக்க பண்ணி எல்லா இடங்களிலேயும் எங்களை கொண்டு அவரை அறிகிற அறிவின் வாசனையை வெளிப்படுத்துகிற தேவனுக்கு ஸ்தோத்திரம். ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിനകത്ത്
இங்க வாசித்ததான தேவனுடைய வசனத்திலே അവിടെ തുടക്കം മുതൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. തുടക്കமான വാർത്തയെ നാം കവനിപ്പോമാനാൽ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും ഒന്ന് ജയോത്സവമായി നടത്തുന്നത്. ആമേൻ സ്തോത്രം. മുതലാമത് ദേവൻ വെറ്റി സിറക്ക പണ്ടി നമ്മை നടത്തുகிறார். രണ്ട് എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിൽ വിശ്വസിക്കുക, ഇതൊരു വിജയത്തിന്റെ അല്ലെങ്കിൽ ജയത്തിന്റെ നാളുകളാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഒരു ജയത്തെ തരുகிற നാളുകളായി കാണപ്പെടുகிறது. എല്ലാവർക്കും ഒരുപോലെ ലഭിക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ അത് ആശീർവാദം കിടക്ക வேண்டும் എന്ന് ദേവൻ വിരുമ്പുகிறார். എന്നാൽ ഇത് ലഭിക്കുമോ ഇല്ലയോ എന്ന് അവരൊരു പരിശോധിക്കണം. ആമേൻ സ്തോത്രം. ഇത് കിടக்கிறதா இல்லையா என்று சொல்லி ആമേൻ സ്തോത്രം അവരവർക്ക് தான் தெரியும். ഇവിടെ വായിക്കുന്നത് ജയോത്സവമായി അങ്ങ് കിട്ടിയെന്നല്ല, ആരോ ഒരാൾ നടത്തി. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. இங்கே சொல்லப்படுகிறது ஆமென் நான் ஜெயத்தோடு நடக்கிறேன் என்பதல்ல, அங்கே ஒருவர் சொல்லுகிறார் ஆமென் நான் உன்னை ஜெயத்தோடு நடத்துகிறேன் என்று. Praise the Lord. അപ്പോൾ നടത്തുന്ന ഒരാളുണ്ട് എന്നുള്ളത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? அப்படியானால் நம்மை நடத்துகிறவர் ஒரு உண்டு என்று எத்தனை பேர் நம்புகிறீர்கள்? വിജയം നമ്മുടെ അവകാശമാണ്. ஆமென் ஸ்தோத்திரம். ஜெயம் நமக்கு ஆமென் ஸ்தோத்திரம் அவகாசமாய் പക്ഷെ இருக்கிறது. നമ്മുടെ കഴിവുകൊണ്ട് വിജയിക്കത്തില്ല. ஆமென் நமது ஸ்தோத்திரம் கிரியையினாலே நாம் வெற்றி பெற முடியாது. നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് ഒന്നും നടക്കത്തില്ല. ஆமென் ஸ்தோத்திரம். நமது அறிவினாலும் நம்முடைய ஆமென் ஸ்தோத்திரம் எக்ஸ்பீரியன்ஸினாலும் ஒன்றுமே நடப்பதில்லை. വചനം പറയുന്നു ജയോത്സവമായി നടത്തുന്ന. ஆமென் ஸ்தோத்திரம். கர்த்தருடைய வசனம் சொல்லுகிறது ஆமென் உன்னை ஜெயாளியாய் நடத்துகிற ആ വ്യക്തിയുടെ ജീവിതത്തെ അവിടെ എഴുതിയിരിക്കുന്നത് വാസന വെളിപ്പെടുത്തുന്ന. ஆமென் ஸ்தோத்திரம். சுகந்தத்தை ஆமென் வெளிப்படுத்துகிற ஒரு தேவன் என்று சொல்லி നിന്നെ കാണുമ്പോൾ മറ്റുള്ളവര് മൂക്കെ പിടിക്കണോ അതോ എന്തൊരു സന്തോഷം എന്നൊരവസ്ഥയാണെങ്കിലോ അതത്ര ആനന്ദമായിരിക്കും. மற்றவர்கள் நம்மை பார்த்து ஆமென் ஸ்தோத்திரம் நாட்டம் உள்ளது என்று சொல்லி அவர்கள் மூக்கை பிடிக்க வேண்டுமோ அல்லது ஸ்தோத்திரம் உன்னிடத்திலே இருக்கிற கிரியின் சுகந்தத்தை பார்த்து நல்லவர்கள் என்று சொல்ல வேண்டுமோ? ഈ ലോകത്തിലെ അങ്ങനെയാണെങ്കിൽ സ്വർഗം ലോകത്തിലെ കാര്യമല്ല പറയുന്നത്. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് വാസന കൊടുക്കുന്നവരാകണം. உலகத்தின் காரியத்தை குறித்து அல்ல வேதம் சொல்லுகிறது. நாம் உலகத்திலே இருக்கும் பொழுது ஆமென் ஸ்தோத்திரம் சுகந்தம் கொடுக்கிறவர்களாய் நாம் இந்த பூமியிலே காணப்படுகிறோம். വ്യാജമുള്ള നാവുകളിൽ സുഗന്ധം വരത്തില്ല. ஆமென் பொய் பேசுகிற நாவினாலே ஒரு நன்மையான நல்ல காரியங்களும் பேச வருவதில்லை. കപടമുള്ള ഹൃദയങ്ങളിൽ ആ വാസന വെളിപ്പെടുത്താൻ കഴിയത്തില്ല. பொய் இருதயத்தில் ஆமென் ஸ்தோத்திரம் அப்படிப்பட்ட வாசனை சுகந்தங்கள் வருவதில்லை. ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിജയം അങ്ങനെയുള്ളവർ ലഭിക്കത്തില്ല. ஆமென் தேவன் விரும்புகிறதான ஒரு ஜெயம் அவர்களில் இருந்து வெளிப்படுவதில்லை. എന്നാൽ ഇന്ന് രാവിലെ സമയം ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, വിജയിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. பகல் வேளையிலே ஆண்டவர் பேசுகிறார் நான் உனக்கு ஜெயத்தை தருகிற தேவன் என்று சொல்லி. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിജയിപ്പിക്കുന്ന ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നമുക്ക് ജയமாக നടത്തുகிற ഒരു தேவனுണ്ട്. വാസന വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. നമുക്ക് സുഗന്ധത്തെ തരുகிற ഒരു ദേവനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരംഭത്തിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ആമേൻ ഒരല്ലേലൂയ ഉറക്കെ പറയാം. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? ക്രിസ്തുവിൽ ഞങ്ങളെ ആമേൻ. പൗലോസ് പറയുകയാണ് വിജയിപ്പിക്കുന്നത് ക്രിസ്തുവാണ്. ആമേൻ സ്തോത്രം. വെറ്റി സിറക്ക பண்ணுகிறவர் ആമേൻ യേശു ക്രിസ്തു. ഇന്ന് പകൽ ക്രിസ്തു അകത്തുണ്ട്. ஆமென் ஸ்தோத்திரம். இன்று இயேசு உன் இதயத்துக்குள் இருப்பாரானா? ക്രിസ്തു അകത്തുണ്ടെങ്കിൽ ஆமென் ஸ்தோத்திரம். இயேசு உன் இதயத்துக்குள் இருப்பாரானா? മുടന്തനു എന്തെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. ക്രിസ്തു ഉള്ളവൻ അവൻ സംസാരിച്ചപ്പോൾ മുടന്തു മാറി. ஆமென் ஸ்தோத்திரம். ஹல்லேலூயா. ஆமென் ஸ்தோத்திரம். நடக்க முடியாதவனுக்கு சுகம் கிடைத்தால் போதுமாயிருந்தது. தேவன் உள்ள இதயத்துக்குள் இருக்கிறவனுக்கோ ஸ்தோத்திரம் ஹல்லேலூயா அந்த வாசனை வெளிப்பட்டது. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പരാജയങ്ങളെ മാറ്റാൻ ഇന്ന് രാവിലെ സമയം ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. ആമേൻ. നമ്മുടെ തോൽവിയെ ജയமாக மாற்றுகிற ஒரு இயேசு நம்மோடு கூடவே இருக்கிறார். ആരെങ്കിലും പിന്നിൽ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ ധൈര്യമാണ്. ஆமென் ஸ்தோத்திரம். யாராவது நம்மோடு கூட வருவார்களானால் நமக்கு யாத்திரை செய்வதற்கு ஆமென் ஸ்தோத்திரம் மிக தைரியமாய் நாம் கடந்து போவோம். പലപ്പോഴും നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത് യേശുവിലുള്ള വിശ്വാസമാണ്. ஆமென் ஸ்தோத்திரம். நமது தைரியம் இயேசுவின் மேல் வைக்கிறதான அந்த நம்பிக்கையின் விசுவாசம். ദാവീദ് ഒരിക്കൽ പറഞ്ഞു കൂരിരുൾ താഴ്വരെ കൂടി നടന്നാലും. ஆமென் ஸ்தோத்திரம். தாவீது சொல்லுகிறார் ஸ்தோத்திரம் ஹல்லேலூயா மரண இருளின் பள்ளத்தாக்கிலே நான் நடந்தாலும்
വന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഒന്നും എനിക്ക് സംഭവിപ്പതില്ല. എന്ത് ദാവീദേ അനർത്ഥം സംഭവിക്കാൻ അമി ഇല്ലാത്തത്? ദാവീദേ, ആമേൻ സ്തോത്രം, ഉനക്ക് മരണ ഇരുൾ താഴ്വരയിൽ ഒന്നും ചെയ്യാൻ നടക്കവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമി വചനം പറഞ്ഞു, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ആമേൻ സ്തോത്രം, വേദം ചൊല്ലുகிறது ദാവീദ് ദേവനോട് കൂടെ ഇരിக்கிறார் എന്ന് ചൊല്ലി. ഇന്ന് രാവിലെ സമയം കൂടെ വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കൈവിടത്തില്ല. ഇന്ന് പകല് നമ്മോട് കൂടെ വരുகிற ஒரு தேவன் இருக்கிறார். அவர் நம்மை கைவிடுகிறதில்லை. ആ വാക്യം മനസ്സിലാക്കി ഒരു ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് ഇന്ന് ധൈര്യമുണ്ട്? സ്തോത്രം ചെയ്യുவோம். ഉറക്കെ നിങ്ങളുടെ എത്ര ശബ്ദം ഉറക്കെ നിങ്ങൾ ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? 25 തുടക്കം ഹല്ലേലൂയ തുടങ്ങട്ടെ. നിന്റെ കുരിലിന്റെ കഷ്ടതയുടെ വേദനയുടെ രോഗത്തിന്റെ നിരാശയുടെ അനുഭവത്തിന്റെ നടുവിൽ ഇതാ ഒരുവൻ വെളിപ്പെടുകയാണ്. 2025 തുടക്കത്തിലെ സ്തോത്രം ഹല്ലേലൂയ, മരണ ഇരുൾ താഴ്വരയിലൂടെ നിലവിൽ കൂടി போகிற உனக்கு வெளிச்சத்தை தருகிற ஒரு தேவன் இதோ உன்னோடு கூட இருக்கிறார். Praise the Lord. Hallelujah. Praise the Lord. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ താമസിക്കുന്നത് വള്ളംകുളത്ത് അവിടുത്തെ മണിമലയാറിന്റെ കരയില. ഞങ്ങളുടെ പുരടുത്തു നിന്ന് എടുത്ത് ആടിയാൽ ആറ്റിലോട്ടാ. நான் தங்கி இருக்கிறது ஒரு ஆற்றின்கரை தீரத்திலே நான் இருந்து கொண்டிருக்கிறேன். അതിന്റെ പുറകിൽ ഒത്തിരി മരങ്ങൾ നിൽപ്പുണ്ട്. പിന്നാലെ മരങ്ങൾ അധികமாக இருக்கிறது. ഇതൊന്നും ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചതല്ല. ഇതെല്ലാം ഞങ്ങൾ வைத்ததல்ல. ഇത് അവിടെ തന്നെ അങ്ങ് കാട് പോലെ കിടക്കുക. അത് വളർന്ന് കാടാകെ. നിങ്ങൾക്കെല്ലാം അറിയാം, ആറിന്റെ സൈഡിലെല്ലാം മരങ്ങൾ നിൽക്കുന്ന ആരും കൊണ്ട് വെച്ചതല്ല. പമ്പയാറ് അത് സ്തോത്രം ഹല്ലേലൂയ, അത് ആറുകളിൽ സൈഡുകളിൽ യാരും வைத்ததில்லை. ആമേൻ സ്തോത്രം. എന്നാൽ ഒന്നാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. அப்படியானால் മൂന്നിലെ ചൊല്ലുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വൃക്ഷം പോലെ ഇരിക്കും. ഓ സ്തോത്രം, ഹല്ലേലൂയ ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഒരു മനുഷ്യൻ ഹല്ലേലൂയ. ஒரு மனுஷன் அந்த மரத்தை போல ஆற்றின் தீரம் கரையிலே நிற்கிற மரத்தை போல செழித்திருப்பான் என்று சொல்லி வேதத்திலே பார்க்கிறோம். Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അൻപാ ദേവന്റെ പിള്ളകളെ, പല മരങ്ങൾക്ക് ഉടയവനില്ല. ആമേൻ സ്തോത്രം, അനേക മരങ്ങൾക്ക് ആമേൻ സ്തോത്രം அதுக்கு ഓണർ സ്തോത്രം ഹല്ലേലൂയ, அதற்கு ஸ்தோத்திரம் ஹல்லேலூயா, பொறுப்புள்ளவன் இல்லை. അങ്ങനെ ഒരു രക്ഷിതാവില്ല. അപ്പോൾ அப்படி ഒരു രക്ഷകൻ എവിടുന്നോ ഒഴുകി വന്ന വെള്ളത്തിലോട് ചേർന്ന് വന്ന ആമി ഏതെങ്കിലും കായോ എന്തെങ്കിലും ഒരിടത്ത് തടഞ്ഞു നിന്ന് അവിടെ ഇരുന്ന് കിളിച്ചു പൊങ്ങിയതാ. ആമേൻ സ്തോത്രം, തണ്ണീരിൽ മിതந்து വന്ന വിത്തുകളിനാൽ ആമേൻ സ്തോത്രം അங்கங்கே ആമേൻ ഉടലെടുത്തതാണ് அந்த മരങ്ങൾ. ആ മരത്തെ ആമി കെയർ ചെയ്യുവാൻ ആരും ലോകത്തിലില്ല. அந்த മരത്തെ കവനിപ്പதற்கு അங்கே யாருமே இல்லை உலகத்தில். എന്നാൽ എന്റെ യേശുനാഥന്റെ വാക്ക് പറയുക, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതാ. ஆண்டவர் சொல்லுகிறார், அந்த மரத்தை போல ஒருவன் அவன் ஆற்றின் கரையிலே நிற்கிறவனாய் இருக்கிறான். ഈ സത്യം അറിയാതാണ് 24 മുഴുവൻ കഴിഞ്ഞു പോയെങ്കിൽ 25-ൽ ഒറ്റയ്ക്കല്ല, നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരുവചനം ഓർപ്പിച്ചാൽ എത്ര പേർ അതിനെ ഏറ്റെടുക്കാം? 2024 സത്യത്തെ നീ അറിയാமல் போனாயானால் அறிந்து கொள், 2025-ல் உன்னோடு கூட இருக்கிற ஒருவர் நீ அறிந்து கொள்வாயாக. ഇന്ന് പകൽ ദൈവാത്മാവ് സഭയെ നോക്കിക്കൊണ്ട് ദൂതറിയിക്കുകയാണ്. ആവിയാനവർ ഉങ്ങളോട് ഇന്നേക്ക് பேசுகிறார். നിന്നെ പല ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ചു വേർതിരിച്ചതാ. ഉന്നെ സ്തോത്രം ഒരു കാര്യത്തിற்காக கிரியை നടപ്പിப்பதற்காக അழைത്തിരിக்கிறார். പലപ്പോഴും അപകടങ്ങളിലും അനർത്ഥങ്ങളിലും പെട്ട് നിന്റെ ജീവനെ നശിപ്പിക്കാൻ ശത്രു പോരാടിയതാ. പല തടവൈ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ശക്തരായി ദൈവത്തെ സ്തുതിക്കാം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ സ്വർഗ്ഗം കണ്ട വെളിപ്പാട് അത് പൂർത്തീകരിക്കുവാൻ സ്വർഗം ഈ നാളുകളിൽ 25-ൽ ആഗ്രഹിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ദൂതറിയിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്ന ദൈവമൈതലെ മാനിക്കാൻ ശക്തനായവൻ
ഈ രാവിലെ സമയം വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. വിടാത്തൊരു ദൈവം ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. ആമേൻ. കൈവിടാത്തവർ എത്ര പേര് ദേവൻ ഏറ്റെടുക്കുന്നുണ്ട്? നമ്മുടെ മധ്യയിലെ ഇരിക്കുന്നവർ എത്ര പേര് ഏറ്റെടുക്കാം? എത്ര പേര് அதை കൈക്കൊള്ളുന്നു? ഇതൊരു അത്ഭുതത്തിന്റെ നാളാ. അവൻ ഈ അത്ഭുതത്തിന്റെ ഇത് നാളായി കൈവിടത്തില്ലെന്ന് പറഞ്ഞവന്റെ വാക്കിനെ അവൻ കർത്തർ കൈവിടുന്ന ദേവനല്ല, അവരുടെ വാർത്തയായി. ആമി കൈവിടത്തില്ല, കൈവിടത്തില്ല, കൈവിടത്തില്ല. ദേവൻ കൈവിടുகிறவரല്ല. പലപ്പോഴും ഒറ്റയ്ക്കാണ് തോന്നിയാലും അവൻ സ്തോത്രം. നീ തനിമ എന്ന് എണ്ണുகிறாയോ? അവിടെ ഒന്നും കൈവിടാത്ത ഒരു സ്വർഗമുണ്ടെന്ന് ഈ പകൽക്കാലം ദൈവാത്മാ ദൂതറിയിക്കുക. அவன் அங்கே தேவன் உன்னோடு கூட இருக்கிறார் என்று ஆவியானவர் ஆலோசனை சொல்லுகிறார். എന്റെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അൻപിൽ പരിശുദ്ധരേ, നിന്റെ മകനെ ഒരു പ്രാവശ്യം കൂടി മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ശത്രു തോക്കാൻ തൊടാൻ ഇടയാകാതെ വേണം, അവിടുന്ന് മാനിക്കുമാറാകണം. യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതാ. அவன் ஸ்தோத்திரம். அவன் ஸ்தோத்திரம். ஹல்லேலூயா. கால்களின் ஓரமாய் நடப்பட்டு அவன் நீர்க்கால்களின் ஓரமாய் அவன் நிற்கிறான். தன் காலத்தில் தன் கனியை தந்து Jesus. தன் காலத்தில் தன் கனியை அவன் கொடுக்கிறான். இலையுதிராதிருக்கிற மரத்தை போல் அந்த இருப்பான். மரத்திலே இலை உதிர்ந்து போவதில்லை. அவன் செய்வதெல்லாம் வாய்க்கும். அவன் அந்த மனிதன் செய்யக்கூடிய காரியங்கள் எல்லாம் கர்த்தர் வாய்க்க பண்ணுகிறார். എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? அவன் எத்தனை பேர் நம்புகிறீர்கள்? അവൻ ഫലം കായ്ക്കും. அவன் ஸ்தோத்திரம். പലരും പറയും ഇവന് ഒരു ഫലം ഉണ്ടാകത്തില്ല. அவன் ஸ்தோத்திரம். அநேகர் சொல்லுவார்கள் இதில் கனிகள் ഇവൻ உண்டாவதில்லை. വിശ്വാസം വിട്ടുപോയതാ, அவன் ஸ்தோத்திரம். விசுவாசத்தை விட்டு പാരമ്പര്യം കളഞ്ഞതാ. அவன் ஸ்தோத்திரம். பாரம்பரிய ഇവൻ വിജയിക്കത്തില്ല, இவன் ஜெயிப்பதில்லை. ഇവൾ വിജയിക്കത്തില്ല. இவன் ஜெயிப்பதில்லை. എന്നാൽ ഇന്ന് പ്രാകൽക്കാലം സ്വർഗം പറയുന്നു അവരെ വിജയിക്കും. அவன் ஸ்தோத்திரம். ஆவியானவர் பேசுகிறார். அவனைத்தான் அவனை ஸ்தோத்திரம் வெற்றி சிறக்க பண்ணுவேன் என்று சொல்லி ജയോത്സവമായി அவனை ஜெயமாக நடத்துவார். വാസന വെളിപ്പെടുത്തുന്ന அவன் வார்த்தையின் மூலமாக ആമേൻ ഒരു വ്യത്യസ്ത അനുഭവത്തില് தனிப்பட்ட நிலைமையிலே സ്വർഗം മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. அவன் ஸ்தோத்திரம். பரலோகம் அவனை வேறுபடுத்த விரும்புகிறது. ആമേൻ ചിലർ മരണത്തിൽ നിന്ന് മരണത്തിലേക്കും, அவன் ஸ்தோத்திரம். அநேகர் மரணத்தில் இருந்து மரணத்துக்கும், ചിലർ രക്ഷയിൽ നിന്ന് രക്ഷയിലേക്കും, அவன் ஸ்தோத்திரம். சிலர் ரட்சிப்பில் இருந்து ரட்சிப்புக்கும், അവരുടെ മധ്യത്തിൽ വാസന വെളിപ്പെടുത്തുന്ന ഒരു ക്രിസ്തു ഭക്തരെ அவன் இவர்கள் மத்தியிலே அவன் இயேசு கிறிஸ்துவினுடைய வாசனையை வெளிப்படுத்துகிற ஒரு ஸ்தோத்திரம். தேவனுடைய பிள்ளையை അറിയുന്ന ഒരു ദൈവമുണ്ട്. அவனை காண்கிற ஒரு தேவன். ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. ஹல்லேலூயா. ഇന്ന് പകൽ ആ സ്വർഗം ഇവിടെ വന്നിട്ടുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? அவன் ஸ்தோத்திரம். பரலோகம் நமது மத்தியிலே வந்திருக்கிறது. Praise the Lord. ஹல்லேலூயா. Praise the Lord. ஆமென். ഒരിക്കൽ ദാവീദ് പറഞ്ഞൊരു വാക്യമുണ്ട്. ஒரு தாவீது சொன்ன ஒரு ഒന്ന് வார்த்தை. രണ്ട് ശമൂവേലിന്റെ പുസ്തകം 2 சாமுவேலின் புத்தகம் 22-ാം അധ്യായം 22ஆம் அதிகாரம் 35-ാമത്തെ വാക്യം 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 35 முதல் 38 வரை வாசி. வெண்கல வில்லும் 38-ാം വാക്യം മാത്രം. 38ஆம் என் வசனம். சத்துருக்களை பின்தொடர்ந்து அதே. அவர்களை அழிப்பேன். அவர்களை நிர்மூலமாக்கும் வரைக்கும் திரும்பேன். ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്നു ആ ആ അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ദാവീദ് അമ്മ വിളിച്ചു പറയാണ്, ഞാൻ ശത്രുവിനെ തകർക്കുക. தாவீது சொல்லுகிறார், என்னுடைய எதிராளிகளை சத்துருக்களை நான் நிர்மூலமாக்கி போடுவேன். Praise the Lord. ஹல்லேலூயா. അടുത്ത ഭാഗം കൂടെ വായിച്ചു പെട്ടെന്ന്. அவர்கள் எழுந்திருக்க மாட்டாதபடிக்கு என் பாதங்களின் கீழ் விழுந்தார்கள். அவர்களை முறிய அடித்து வெட்டினேன். അവർക്ക് എഴുന്നേറ്റ് കൂടാതെ വണ്ണം ആ ഞാൻ അവരെ തകർത്തൊടുക്കി. ആ അവരെന്റെ കാൽക്കീഴിൽ വീണിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണം. എന്തൊക്കെ ചെയ്ത് ഈ പുള്ളിക്കാരൻ? சத்துருக்களை എല്ലാവരും ശ്രദ്ധിക്കണം. ഹെബ്രോനിലെ ദൈവജനത്തെ കൊണ്ട് സ്വർഗം ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാ. சகோதரர், எப்ரோன் தெய்வ சபையில் உள்ள தேவனுடைய பிள்ளைகளை கொண்டு ஆண்டவர் செய்ய போகிறதான காரியம். എന്താ പറഞ്ഞത്? ഒന്ന് ശത്രുവിനെ അവനെ കൂട്ടുപിടിക്കുകയല്ല, ശത്രുവിനെ നിഗ്രഹിക്കുക. அவன் சகோதரர், நாம் சத்துருக்களை நாம் என்ன செய்ய வேண்டும்? நிர்மூலமாக்க வேண்டும். അവനെ പരാജയപ്പെടുത്തുക. அவரை தோல்வியாக்க வேண்டும். Praise the Lord. പരാജയപ്പെടുത്തുക. அவன் சகோதரர், அவரை தோல்விக்க. അടുത്ത ഭാഗം പറയുന്നത് അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവരെ മുടിക്കുക. அவரை நிர்மூலமாக்கும் வரைக்கும். நிர்மூலமாக்குகிறார்கள். Praise the Lord. അടുത്ത വാക്യം. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ വണ്ണം ആ ഞാൻ അവരെ തകർത്തൊടുക്കി.
ഞാനാണ് ഇത് മുഴുവനും ചെയ്തത് എന്നാ ദാവീദ് പറയുന്നത്. ஆமென் ஸ்தோத்திரம் ஹalleluya. தன் பக்தனுக்காக ஸ்தோத்திரம் ஹalleluya. தாவீது சொல்கிறார் இந்த காரியங்களை எல்லாம் நான் செய்தேன் என்று சொல்லி. അടുത്ത വാക്യം എല്ലാവരും കേൾക്കണം. കാൽക്കീഴിൽ വീണിരിക്കുന്നു. யுத்தத்திற்கு நீர் என்னை பலத்தால் இடைக்கட்டி என்மேல் எழும்பினவர்களை என் கீழ் மடங்க பண்ணினீ. മതി. അപ്പൊ യുദ്ധത്തിനായി, ஆமென் ஸ்தோத்திரம் ഇതെല്ലാം ചെയ്യാനായി, ഇതെല്ലാം പ്രവർത്തിക്കാനായി ஆமென். ആമേൻ. എന്താ ദൈവം ചെയ്തത്? பலத்தால் ஆமென் ஸ்தோத்திரம் യുദ്ധത്തിനായി. ஆமென் ஸ்தோத்திரம் ஹalleluya. ஆமென். தாவீதுனுடைய அறையை கட்டி ஆமென் ஸ்தோத்திரம் யுத்தத்துக்கு நேராக அவரை பழக்குவிக்கிறார். Praise the Lord. ஹalleluya. അപ്പൊ ദാവീദ് നിന്റെ കൈയുടെ ബലമല്ല, ஆமென் தாவீதே உன் கையினுடைய கிரியை அல்ல, പിന്നെന്താ ബലം? ஆமென் வேற என்ன பலமாய் இருக்கிறாய்? കർത്താവിന്റെ വചനം പറഞ്ഞു യുദ്ധത്തിനായി. ആമേൻ. നീ എന്റെ பலத்தினால் கர்த்தருடைய வசனம் சொல்லுகிறது தாவீதை யுத்தத்திற்கு அறையை கட்டி பழக்குவிக்கிறார் என்று. Praise the Lord. ஹalleluya. അപ്പൊ ഈ ഒരു സാന്നിധ്യം നമ്മളിൽ ഉണ്ടായാൽ, ஆமென் இந்த பிரசன்னம் நமக்கு நம்மேல் இருக்குமானால் നമ്മുടെ പരാജയത്തെ തോൽപ്പിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവ ശക്തി ഇറങ്ങി വരും. நமது தோல்வியை ஜெயமாக மாற்றுவதற்கு தேவனுடைய வல்லமை வெளிப்பட்டு എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ஹalleluya. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ അല്ലേരിയ പറയുമ്പോൾ തന്നെ നമ്മുടെ വിഷയങ്ങളെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ആ വിഷയത്തിൽ സ്തോത്രം പറ. நீ தேவனை துதிக்கும் பொழுதே உன்னுடைய காரியத்தை தேவனுக்கு முன்பதாக சொல்லி ஆமென் ஸ்தோத்திர கர்த்தரை துதி. Praise the Lord. ஆமென். Praise the Lord. ஹalleluya. Praise the Lord. ஹalleluya. അല്ലേരിയ ഉറക്കെ പറയാമോ? ஹalleluya. നമ്മുടെ രോഗങ്ങളെ നമുക്ക് ജയിക്കത്തില്ലേ? നമ്മുടെ ഭാരങ്ങളെയും വേദനകളെയും കഷ്ടങ്ങളെയും ദുരിതങ്ങളെയും നമുക്ക് വിജയിക്കാൻ പറ്റത്തില്ലേ? ஆமென் ஸ்தோத்திர வேதனைகளையும் ஆமென் ஸ்தோத்திரம் ஹalleluya கஷ்டங்களையும் நமக்கு ஜெயிக்க முடியும். Praise the Lord. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നല്ലേ ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്? ഈ ആമേൻ സ്തോത്രം ജയിக்க முடியும் என்று വേദം നമുക്ക് ആമേൻ சொல்லுகிறது. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാം, ആമേൻ, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ അമേരിക്കയിൽ നാം നമ്പുவோம் കർത്തർ നമ്മോട് കൂടെ ഇരുപ്പാരാണ്. ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റും. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എതിരാളിയെ നമുക്ക് ജയിക്കാൻ முடியும். ചിലരൊക്കെ ചോദിക്കത്തില്ലേ, ആമേൻ, വിശ്വാസത്തിൽ പോയിട്ട് എല്ലാം തോറ്റു, എല്ലാം നഷ്ടമായി, എന്നാലും നിങ്ങളുടെ പാട്ടും നിങ്ങളുടെ കയ്യടിയൊക്കെ കേട്ടാൽ എല്ലാം ഉള്ള പോലാന്നല്ലോ. അനേകർ ചൊല്ലുവാர்கள் ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നീ പാരമ്പര്യത്തെ വിട്ട് വിശ്വാസത്തിൽ വന്ന പൊழுது എല്ലാം ഉനക്ക് നഷ്ടപ്പെട്ടു പോன പൊழுதுം ഇന്നും அந்த സന്തോഷം ഉനക്ക് മാറവില്ലേ എന്ന് ആമേൻ വിളിച്ചു പറയണം, യേശുവിന്റെ ആമേൻ അകത്തുണ്ട്. സ്തോത്രം நீங்கள் വായിനാൽ சொல்ல வேண்டும் യേശു எனக்கு உள்ள இருக்கிறார் என்று சொல்லி. യേശുവില്ലാത്തവൻ തൂങ്ങിച്ചാവും. ஆமென் ஸ்தோத்திரம். இயேசுவை கைக்கொள்ளாதவன் ஏற்றுக்கொள்ளாதவன் ஆமென் ஸ்தோத்திரம் தற்கொலை செய்து விடுவான். എന്നാൽ യേശു ഉള്ളവൻ അവനെ വിജയിപ്പിക്കുന്ന. ഒരിക്കൽ പൗലോസ് പറഞ്ഞു, ഒരു കൽപ്പത്തിൽ മരണമാണോ എനിക്ക് വരുന്നത്? നോ പ്രോബ്ലം. ஆமென் ஸ்தோத்திரம். பவுல் சொல்லுகிறார் ஸ்தோத்திரம் ஹல்லேலூயா. மரிக்க போகிற மரணம் என்றாலும் எனக்கு அது பிரச்சனை இல்லை. റോമാലേഖന 8-ാം അധ്യായം 31. മരണമാനാലും ജീവനാനാലും ദേവദൂതர்களானாலும் அதிகாரங்களானாலும் வல்லமைகளானாலும் நிகழ்காரியங்களானாலும் வருங்காரியங்களானாலும் உயர்வானாலும் தாழ்வானாலும் வேற எந்த சிருஷ்டியானாலும் நம்முடைய கர்த்தராகிய கிறிஸ்து இயேசுவில் உள்ள தேவனுடைய அன்பை விட்டு നമ്മെ പിരിക്ക മാട്ടാതെന്ന് നിശ്ചയിച്ചിരിக்கிறேன். മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ മതി. എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. கிறிஸ்துவினுடைய அன்பை விட்டு அப்போஸ்தலனாகிய பவுல் சொல்கிறார், கிறிஸ்துவினுடைய அன்பை விட்டு என்னை ஒருவனாலும் பிரிக்க முடியாது. மரணமானாலும் ஜீவனானாலும் இந்த உலகத்தில் வருகிற ஒவ்வொரு காரியங்களா இருந்தாலும் ஆமென் ஸ்தோத்திரம் கிறிஸ்துவினுடைய அன்பை விட்டு பிரிக்க முடியாது என்று சொல்லி நான் நிச்சயித்திருக்கிறேன் என்று சொல்கிறார். ഈ പൗലോസിനോട് നമുക്ക് ചോദിക്കാം, പൗലോസ് ഒന്ന് നിന്നാട്ടെ. ஆமென் ஸ்தோத்திரம். அந்த பவுலை பார்த்து நமக்கு கேட்போம், பவுலே ഇത്ര വലിയ കാര്യം ഉണ്ടായിട്ടും എന്ത് ദൈവ സ്നേഹത്തിൽ നിന്ന് നിനക്ക് മാറാൻ കഴിയാത്തത്? இவ்வளவு பெரிய பிரச்சனைகள் உன் வாழ்க்கையிலே வந்திருந்தும் நீ ஏன் இயேசுவின் அன்பை விட்டு மாறாமல் இருக்கிறாய்? 37-ാം വാക്യം എഴുതി വായിക്കാം. எல்லாவற்றிலேயும் நாம் நம்மில் அன்பு கூறுகிறவராலே முற்றும் ஜெயம் கொள்ளுகிறவர்களாய் இருக்கிறோமே. ആമേൻ. മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വക കാര്യങ്ങളിൽ നിന്ന് വിജയം നേടാൻ കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. இப்படிப்பட்ட பிரச்சனைகள் எல்லாம் ஜெயமாக യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വചനം അകത്ത് പ്രവേശിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. கர்த்தருடைய வசனத்தை கைக்கொள்ளுகிறவர்களுக்காக நான் நன்றி செலுத்துகிறேன். നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ஜெயம் கொள்ளுகளாய் ഇതിനൊക്കെയും ஜெயம் கொள்ளுகளாய் പൂർണ്ണ ജയം. ஆமென். Praise அப்போஸ்தலனாகிய the Lord. பவுல் சொல்லுகிறார், ஸ்தோத்திரம், ஹல்லேலூயா. என்னை ஜெயத்தோடு நடக்க செய்கிறவர், ஆமென், எனக்கு ஜெயம் தருகிறவராய் இருக்கிறபடினால் எல்லாவற்றிலும் நான் ஜெயாளியாய் இருப்பேன். 25 വിജയത്തിന്റെ നാളാകണമെങ്കിൽ ஆமென். ஸ்தோத்திரம். 2025 ஆமென், ஸ்தோத்திரம், ஒரு ஆசீர்வாதமான ஆமென் நாளாய் காணப்பட வேண்டுமானால், ആമേ അങ്ങനെ വരണമെങ്കിൽ அப்படி ஆமென் நடக்க வேண்டுமானால், ആമേ യേശു നിന്റെ കൂടെ ഉണ്ടാകണം. ஆமென், இயேசு கிறிஸ்து உன்னோடு கூட இருக்க வேண்டும். അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ വിജയം വരത്തില്ല. உலகத்தில் உள்ள ஜனங்கள் சொல்லுகிறது போல ஒரு தெய்வீகமான ஆசீர்வாதம், ஒரு ஜெயம் உனக்கு வருவதில்லை. എന്നാൽ യേശു കൂടെ ഉണ്ടെങ്കിൽ ஆனால் இயேசு உன்னோடு இருப்பாரானால் അതത്ര അനുഗ്രഹമാണ്. அது எவ்வளவு ஆசீர்வாதமாய். Praise the Lord. ഹല്ലേലൂയ. ആമേൻ. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. ആമേൻ, ഞാൻ വഴുവഴുപ്പിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവേ നീ എന്റെ കരം താങ്ങി. ஆமென். ஸ்தோத்திரம். ஆசாபு சொல்லுகிறார், ஸ்தோத்திரம், ஹல்லேலூயா, நான் சர்க்கரிலே நிற்கிறேன் ஆண்டவரே, உமது கரம் என்னை பிடித்தது என்று சொல்லி. ഇന്ന് പകൽ വിശ്വസിക്കുക, പെറ്റതല്ല തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും മറക്കാത്ത ഒരുവൻ ഈ 25ന്റെ തുടക്കം എന്നോട് കൂടെ ഉണ്ട്. ஆமென். ஸ்தோத்திரம். வசனம் சொல்லுகிறது, தாய், ஸ்தோத்திரம், യേശുവിന്റെ ஹல்லேலூயா, നാമത്തിൽ. ஒரு தாய் தன் பிள்ளையை மறப்பாளோ? அவள் மறந்தாலும் ஆமென், ஸ்தோத்திரம், நான் உன்னை மறப்பதில்லை என்று சொல்லி வேதம் சொல்லுகிறது. Praise the Lord. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിലെ 14 അധ്യായം 27 വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. சேனைகளின் கர்த்தர் സേനകളിൻ കർത്തർ இப்படி நிர்ணயித்திருக்கிறார், അവർ നിർണയിച്ചു. யார் அதை வியர்த்தமாக்குவான்? ഓ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? മലയാളത്തിൽ അത്രയും தேவன் വായിച്ചു. விரும்ப- அவருடைய கை நீட்டப்பட்டிருக்கிறது, ஆ. யார் அதை திருப்புவான்? Praise the Lord. ஆமென். യഹോവ നിർണയിച്ചിരിക്കുന്നു. ആ, അത് ദുർബലമാക്കുന്നവനാർ. praise the Lord. കൈ നീട്ടിയിരിക്കുന്നു. ആ, അത് മടക്കുന്നവനാർ. എന്ന് പറഞ്ഞാൽ യേശു കൂടെ ഉണ്ടെങ്കിൽ ஆமென். ஸ்தோத்திரம். அப்படி என்று சொன்னால் இயேசு நம்மோடு இருப்பாரானால், യേശുനാഥൻ ചോദിക്കുന്നു, இயேசு கேட்கிறார், ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കത്തുള്ളൂ. ஆமென். ஸ்தோத்திரம். நான் விரும்புகிற காரியம் மாத்திரமே அது நடக்கும் என்று சொல்லி. ഞാൻ ഇല്ലാതെ അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാ ചോദ്യം. ஆமென். நான் இல்லாதபடி உங்களால் தனிமையில் ஏதாவது செய்ய முடியுமோ என்று கேட்கிறார் அவர். എത്ര പേര് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ஸ்தோத்திரம். Praise the Lord. ഹല്ലേലൂയ. ആ വാക്യം ഒന്നുകൂടെ വെച്ച മലയാളത്തില്. യഹോവ നിർണയിച്ചിരിക്കുന്നു. ആ, അത് ദുർബലമാക്കുന്നവനാർ. യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ. ஆமென். ஸ்தோத்திரம். தேவன் விரும்புகிற காரியத்தை நிர்மூலமாக்குகிறவன் யார்? സഹോദരൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ ദൈവം പ്ലാൻ ചെയ്തിരിക്കുക. ദൈവം ചോദിക്കുക, എന്റെ പ്ലാനിനെ തട്ടിമറിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ஆமென். ஸ்தோத்திரம். சகோதரனே, உன்னை ஆசீர்வதிப்பதற்காக தேவன் விரும்புகிறார். அதை தடை பண்ணுவதற்கு யாரால் முடியும்? Praise the Lord. Hallelujah. എന്റെ ശക്തിയും എന്റെ ബലത്തെയും തകർക്കാൻ ഈ ലോകത്തിൽ ഒരു പൈശാചിക ശക്തിക്കും പറ്റത്തില്ലെന്നല്ലേ വചനം ஆமென். പറയുന്നത്. ஸ்தோத்திரம். தேவனுடைய வல்லமையை நிர்மூலமாக்குவதற்கு ஒருவனாலும் முடியாது என்று சொல்லி Praise the வேதத்திலே Lord. நாம் வாசிக்கிறோம். Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അതിനെ തകർക്കാൻ കഴിയത്തില്ല. ஆமென். ஸ்தோத்திரம். அதை நிர்மூலமாக்க ஒருவனாலும் முடியாது. അങ്ങനെ ഒരുവൻ എന്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേര് ஆமென். വിശ്വസിക്കുന്നു? அப்படிப்பட்டவர் ஒருவர் எனக்குள் இருக்கிறார் என்று எத்தனை பேர் நம்புகிறீர்கள்? കരമുയർ സ്തോത്രം പറയാമോ? கர்த்தரை ஸ்தோத்திரிப்போம். ஹல்லேலூயா. ധൈര്യത്തോടെ പറഞ്ഞേ ഇനി ഒന്ന്. ஹல்லேலூயா. വന്നപ്പോഴുള്ള സ്തോത്രം പോരാ, പോകുമ്പോഴുള്ള സ്തോത്രത്തിന് അധികാരമുണ്ട്, അധികാരമുണ്ട്, ബലമുണ്ട്, സൗഖ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. ஆமென். நீ வரும்பொழுது தேவனை துதித்துக் கொண்டு சூடாரமா, வருவது அல்ல. சைதராதனா. போகும் பொழுது பலத்தோடும் இயேசுவின் தைரியத்தோடும் விடுதலையோடும் ஆமென், நீ தேவனை துதித்துக் கொண்டு போக வேண்டும். Praise the Lord. ஹல்லேலூயா. ഈ ബോധ്യമാണ് നമ്മുടെ പരാജയം മാറ്റി വിജയത്തിലേക്ക് നടത്തുന്നത്. ஆமென். இந்த தைரியம் தான் நம்மை ஆமென். ஸ்தோத்திரம். ஹல்லேலூயா. ஜெயத்துக்கு நேராக நடத்துகிறது. എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ എന്റെ യേശു ഉണ്ട്. அப்படி என்று சொன்னால் ஆமென், இயேசு என்னோடு கூட இருக்கிறார். ദാവീദ് പറഞ്ഞു, தாவீது சொல்லுகிறார், നിന്നാൽ ஆமென். ஸ்தோத்திரம். ഞാൻ നിന്നാൽ ഞാൻ
உம்மால் நான் சேனை മതിൽ ചാടിക്കടക്കും. ஆமென் ஸ்தோத்திரம். உம்மாலே நான் ஒரு மதிலை சாடி மதிலை தாண்டுவேன் என்று சொல்லுகிறார். Praise the Lord. ஹalleluya. നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ஆமென் ஸ்தோத்திரம். உம்மாலே நான் ஒரு ஸ்தோத்திரம் ஹalleluya மதிலை தாண்டுவேன் என்று சொல்லுகிறார். എന്റെ മുമ്പിൽ വരുന്ന തടസ്സമായ മതിലുകളെ, ஆமென் ஸ்தோத்திரம். எனக்கு முன்பதாக வருகிறதான தடையாய் காணப்படுகிற மதில்களை, എന്റെ അനുഗ്രഹത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന മതിലുകളെ, எனக்கு ஆசீர்வாதத்திற்கு தடையாய் காணப்படுகிற அந்த மதில்களை, എന്നെ നിരാശപ്പെടുത്തുന്ന രോഗങ്ങളെ, ஆமென் ஸ்தோத்திரம். என்னை வேதனைப்படுத்துகிற துக்கப்படுத்துகிற அந்த மதில்களை, എന്റെ ഭൗമിക നന്മകളെ നഷ്ടം വരുത്തുന്ന മതിലുകളെ, ஆமென் உலக பிரகாரமான ஆசீர்வாதங்களை கெடுத்து போடுகிறதான அந்த மதில்களை, Praise the Lord. Hallelujah. എന്റെ സന്തോഷം നശിപ്പിക്കുന്ന മതിലുകളെ, ஆமென் என் சந்தோஷத்தை நாசப்படுத்துகிற அந்த மதில்களை, എന്നെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്ന മതിലുകളെ, என்னை தனிமைப்படுத்துகிறதான அந்த மதில்களை, ഹല്ലേലൂയ, ചാടിക്കടക്കും. நான் அவைகள் எல்லாவற்றையும் சாடி அவன் ஸ்தோத்திரம் ஹalleluya தாண்டுவேன் என்று ഈ 25 ചാടിക്കടക്കുന്ന വർഷമാണ്. அவன் ஸ்தோத்திரம் ஹalleluya மதிலை தாண்டக்கூடிய 2025 வருஷமாய் காணப்படுகிறது. ഇതൊരു പുതിയ സീസണാ. அவன் இது புதிய ஒரு காரியமாய் இருக்கிறது. ഇതൊരു പുതിയ സീസണാ. அவன் புதிய ஒரு காரியம் இது. ആമി കഴിഞ്ഞത് കഴിഞ്ഞു. அவன் கழிந்தவைகள் போய்விட்டது. ഇതൊരു പുതിയ സീസണിലേക്ക് വരികയാ. புதிய ஒரு வாழ்க்கையிலே நாம் வருகிறோம். ഇന്ന് പകൽ അതിനെ കേറി പിടിക്കുന്ന എത്ര പേരുണ്ട്? அவன் ஸ்தோத்திரம் அதை பற்றிக் கொள்ளுகிறவர்கள் எத்தனை பேர் இருக்கிறீர்கள்? എന്റെ സമയം കഴിഞ്ഞോടി ഞാൻ നിർത്താൻ പോകുകയാ. நேரம் തീർന്നത് அதனால் நான் நிறுத்துகிறேன். എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുമ്പോൾ அவன் வார்த்தையை சுருக்கும் பொழுது പറയാൻ ആഗ്രഹിച്ച ഒന്നും പറഞ്ഞില്ലെങ്കിലും அவன் ஸ்தோத்திரம் பேச வந்த காரியங்களை பேசாவிட்டாலும் കർത്താവിന് നിങ്ങളെ പറ്റിയുള്ള എന്നെ പറ്റിയുള്ള ഉദ്ദേശം അത് സഫലമാകുകയാണ്. அவன் ஸ்தோத்திரம் கர்த்தர் நம்மேல் வைத்திருக்கிறதான அந்த ஒரு காரியத்தை அது நிறைவேற்றுகிறார். എത്ര പേര് വിശ്വസിക്കുന്നു? ഒഴിഞ്ഞതൊന്നും കിട്ടിയില്ല, എന്നാൽ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന കൂടെ ഉണ്ട്. அவன் ஸ்தோத்திரம் ஹalleluya ஒன்றும் கிடைக்காவிட்டாலும் இந்த வருஷத்தில் மிக ஆசீர்வாதமாய் நம்மை நடத்துகிறவர் உண்டு. ഒറ്റയ്ക്കല്ല, മറ്റു പലരും വന്ന് വല കീറുമാറ വർത്തനവിലേക്ക് നടത്താൻ. அவன் ஸ்தோத்திரம் தனிமையில் அல்ல, അടിയാറ. தலை கீறி போகும் அளவுக்கு ஆசீர்வாதத்தை நமக்கு தேவன் தருவார். Praise the Lord. ஹalleluya. ആ ദൈവം ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട്. அந்த தேவன் நமது மத்தியிலே இன்று இருக்கிறார். அவர் ഹല്ലേലൂയ, കാലിയായിരിക്കാം, அவன் ஸ்தோத்திரம் കാലിയായിരിക്കാം, அவன் பாக்கெட் കാലിയായി ഹല്ലേലൂയ, എന്നാൽ സമൃദ്ധിയിലേക്ക് നടത്താൻ ആമേൻ കഴിവുള്ള ദൈവമാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ ഈ സമൃദ്ധി മാത്രമല്ല മക്കളെ, നിത്യത എന്ന സമൃദ്ധിയാ. ஸ்தோத்திரம் நம்மை நிறைவில் நடத்துகிற ஒரு தேவன் நமக்கு நித்தியதை வரையிலும் நடத்துகிறவராய் இருக்கிறார். അതുകൊണ്ട് ഇവിടെയും സമൃദ്ധി തരാൻ ദൈവം ശക്തനാ. இந்த இடத்திலேயே ஒரு அவன் ஸ்தோத்திரம் நிறைவும் ஆசீர்வாதத்தையும் தேவன் தருவார். എന്നാൽ നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കാൻ, തല കുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. அவன் மற்ற உலக மக்களுக்கு முன்பாக நான் தலை ദൈവത്തെ എത്ര പേർക്ക് ശ്രദ്ധിക്കാം? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ എത്ര പേര് ദൈവസനെ ശക്തരായി? ഹല്ലേലൂയ. നമുക്ക് ഒന്നിച്ച് ദൈവത്തോടൊന്ന് സ്തുതിക്കാം. അവൻ സ്തോത്രം ചേർത്ത് കർത്തരെ നമുക്ക് സ്തുതിക്കാം. ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ദേവനെ ചേർത്ത് മഹത്വം പലരോടും ദൈവാലോചന ആമി സംസാരിപ്പാനുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ സ്വർഗ്ഗം നിങ്ങളെ കാണുകയാ. അവൻ സ്തോത്രം അനേക വാസനങ്ങളെ ഉങ്ങളോട് பேச வேண்டியது இருந்தாலும் பரலோகம் உங்களை பார்த்து கொண்டிருக்கிறது. Praise the Lord. ഹല്ലേലൂയ. നിങ്ങളെ അനാഥരായി വിടത്തില്ല. അവൻ സ്തോത്രം തിക്കറ്റവர்களாக தேவன் വിശ്വസിക്കുന്നവർ ശക്തരായി ദൈവത്തെ സ്തുതിക്കണം. അവൻ സ്തോത്രം നമ്പുகிறவர்கள் தேவனை கர்த்தரை നിങ്ങളുടെ സ്തുതിക്കണം. ശബ്ദം ഉയരണം. അവൻ സ്തോത്രം കർത്തരെ പരാജയത്തിന്റെ ശബ്ദമല്ല, തോൽവിയുടെ ധ്വനിയല്ല, പരാജയത്തിന്റെ ശബ്ദമല്ല, തോൽവിയുടെ ധ്വനിയല്ല, വിജയത്തിന്റെ ശബ്ദം. അവൻ ജയത്തിൻ ജയധ്വനി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഉയരട്ടെ. അവൻ സ്തോത്രം എഴുമ്പട്ടും പുതിയ എഴുമ്പട്ടും ഇന്ന് പകൽ അത് ഉയരട്ടെ. അവൻ സ്തോത്രം അല്ല കർത്തരെ തുതിച്ച് സ്വർഗ്ഗം കൂടെ വരട്ടെ. അവൻ പരലോകം കൂടെ വരും. വിളിച്ചു പറ, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവൻ നീ ചൊല്ല്, ഞാൻ ദേവനാൽ ഉമ്മാലെ മതിലെ താണ്ടുവേൻ എന്ന് ചൊല്ല്. ഞാൻ പാർക്കുന്ന വീട് വിജയത്തിന്റെ വീടായി മാറും. நான் தங்கி இருக்கிற இடமும் வீடும் அது ஆசீர்வாதமாயிருக்கும். ഞാൻ പാർക്കുന്ന വീട് വിജയത്തിന്റെ വീടാകും. அவன் ஸ்தோத்திரம் நான் தங்கி இருக்கிற வீடு ஜெயத்தின் வீடாய் காணப்படும். ഞാൻ സേവിക്കുന്ന ദൈവത്താൽ എന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. அவன் நான் ஆராதிக்கிற நான் சேவிக்கிற அபிஷேகம் வியாபரிக்கிறவன் ജനങ്ങളിലേക്ക്
എല്ലാവരും മേലും അത് അഭിഷേകം ജനങ്ങളിലേക്ക് ആമേൻ സ്തോത്രം എല്ലാവരും മേലും ആമേൻ പ്രവേശിക്കട്ടെ. ആമേൻ എല്ലാവരും അത് ഇറങ്ങട്ടെ ആത്മാവിന്റെ ചൈതന്യം ആമേൻ ആമേൻ വല്ലമായി വിടുതലിന്റെ പകലാകും. ആമേൻ സ്തോത്രം വിടുതலை കൊണ്ടുവരും വിശ്വസിക്കുന്നവർ ഏറ്റെടുക്കുക. ആമേൻ വിശ്വാസിക്കുന്നവർ ഇറങ്ങട്ടെ തകർക്കാൻ നോക്കുന്ന അന്ധകാര ശക്തിക്കെതിരെ ആമേൻ ഉന്നയിച്ചു പോണ നിലയ്ക്ക് പിശാചുവിന്റെ കിരികളുടെ വിരോധം വിജയത്തിന്റെ പകലാണ്. ഒരു ജയത്തിൻ ആമേൻ നാളായി യേശുവിന്റെ നാമത്തിൽ വിജയം വ്യാപരിക്കണം. യേശുവിൻ നാമത്തിലെ ജയമുണ്ടാകട്ടെ വിജയം വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ജയമുണ്ടാകട്ടെ അറിഞ്ഞുകൊണ്ടിരിക്കാനല്ല, ആമേൻ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക. സ്വർഗം നിന്നോട് കൂടെ ഉണ്ടാകും. ആമേൻ സ്തോത്രം ജയത്തിൻ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ പ്രകാശം പോലെ ഭവനത്തിനകത്ത് ഇരുട്ടിന്റെ അവസ്ഥ മാറ്റിയെടുക്കുന്ന സ്വർഗത്തിലെ അപ്പന്റെ പ്ലാൻ ഈ ദിവസങ്ങളിൽ സംഭവിക്കും. വിശ്വസിക്കുക. നിന്നെ ഒറ്റയ്ക്കാക്കുന്ന ദൈവമല്ല, വിശാലതയിലേക്ക് നടത്തുന്ന തനിമയിൽ വിളിക്കുന്ന ദേവനല്ല വിശാലതയിലേക്ക് നടത്തുന്ന ദൈവമാണ്. കൊണ്ടുപോയി നടത്തുന്ന ദേവനാണ് ഓ, ഹല്ലേലൂയ രോഗികൾ സൗഖ്യമാകണം. രോഗികൾ സൗഖ്യമാകണം. നിന്റെ മുമ്പിൽ വരുന്ന രോഗത്തിന്റെ അവസ്ഥ കേൾക്കുമ്പോൾ എന്നെ കൊണ്ട് അങ്ങനെ പറ്റും. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി ഓർപ്പിക്കുന്നു, സംശയിക്കേണ്ട, പ്രവൃത്തി വിശാലമാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കപ്പെടുക. ജപിക്കും പൊഴുത് ആത്മാവിൽ ഏറ്റെടുക്കാം. ആത്മാവിൽ ഏറ്റെടുക്കാം. ആത്മശക്തിയിൽ ദൈവത്തെ കലങ്ങിക്കൊണ്ടിരിക്കാതെ ആത്മാവിൽ ഏറ്റെടുക്കാം. ഇന്ന് പകൽ ഹാലേലൂയ അനർത്ഥങ്ങളല്ല, ആമേൻ അനുഗ്രഹങ്ങളാ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ ദൈവിക ആശീർവാദം ഉണ്ടാകട്ടെ പരാജയപ്പെട്ടു പോകാൻ ആമേൻ ആഗ്രഹിച്ച അന്ധകാര ശക്തിയെ ലജ്ജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ക്രിസ്തുവിൽ സ്വർഗ്ഗം ആവർത്തിക്കുക. ആമേൻ ഉനക്ക് തോൽവി കൊണ്ടുവര ക്രിസ്തുവിൽ പിശാചുവിന്റെ ക്രിസ്തുവിൽ ഉനക്ക് ജയം ക്രിസ്തുവിൽ തരുവാൻ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിൽ അത് സംഭവിക്കണം. യേശുവിൽ അത് സംഭവിക്കട്ടെ ക്രിസ്തുവിൽ അത് സംഭവിക്കണം. യേശു ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അത് സംഭവിക്കണം. യേശു ക്രിസ്തുവിൽ നടക്കട്ടെ ഇനി പുറമോട്ട് പോകുന്നില്ല, ആമേൻ ഇനി പിന്നോട്ട് പോകുന്നില്ല ഇനി പുറമോട്ട് പോകത്തില്ല. പിന്നോട്ട് പോകുന്നില്ല വെച്ച കാല് മുമ്പോട്ട് വയ്ക്കുക. കാലെ വൈത്തവൻ ആ, മുന്നോട്ട് പോവേ ഓ അനുഗ്രഹത്തിന്റെ നാളുകളായി ആമേൻ എന്റെ കർത്താവ് തീർക്കണം. ആശീർവാദം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കണം. ആത്മാവിൽ ബലപ്പെടണം. ദൈവശക്തിയിൽ വെളിപ്പെടണം. ഇന്ന് പകൽ അത്ഭുതം നടക്കട്ടെ. ആത്മാവിന്റെ പരിവർത്തനം ഈ ഹോളിൽ വ്യാപരിക്കുകയാണ്. ഈ ഹോളിൽ വ്യാപരിക്കുകയാണ്. തടസ്സങ്ങളെ മാറുകയാണ്. എന്റെ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ കണ്ണിൽ കണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ രണ്ടാകുന്നു.